ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഒരു ഗ്രേഡ്, റാങ്ക്, പേഴ്സൻറ്റേജ് എന്നിവ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏതൊരു സ്കൂളിലായാലും കോളേജുകളിലായാലും ഒക്കെ സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കണം, റാങ്ക് കണ്ടുപിടിക്കണം, അവരുടെ പേഴ്സൻറ്റേജ് മാർക്കിൻ്റെ എത്ര പേഴ്സൻറ്റേജ് എന്നിവ കണ്ടുപിടിക്കണം. അതുപോലെ നമ്മളൊരു എംപ്ലോയിയുടെ ആണെങ്കിൽ തന്നെ അവർക്കുടെ ബേസിക് സാലറിയുടെ ഗ്രേഡ്, റാങ്ക്, പിന്നെ അവരുടെ HRAക്ക് എത്ര പേഴ്സൻറ്റേജ് കൊടുക്കുന്നുണ്ട്, പിന്നെ GSTക്ക് എത്ര പേഴ്സൻറ്റേജാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ വളരെ ഈസി ആയിട്ട് നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഞാൻ എക്സൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫീസുകളിലൊക്കെ, ഓഫീസ്, സ്കൂള്, കോളേജ് അവിടെയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ കുറച്ച് സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പരും നെയിം, 5 സബ്ജക്റ്റ്, സയൻസ്, ഇംഗ്ലീഷ്, സയൻസ്, മാത്സ്, സോഷ്യൽ, ഹിന്ദി അടിച്ചു വച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് 500ലാണ് നമുക്കിതിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം, ഇവരേത് ഗ്രേഡിൽ പെടുന്ന ആളാണെന്ന് കണ്ടുപിടിക്കണം, ഏത് റാങ്കിൽ പെടുന്ന ആളാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ മാർക്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈക്വൽ സൈൻ കൊടുക്കുക. ഫസ്റ്റ് ഒരു ഈക്വൽ സൈൻ കൊടുത്തിട്ട് സമ്മെന്നടിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സെല്ല്? ഇവിടെ 90. നമ്മൾ 90 to 97 വരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇംഗ്ലീഷ് തൊട്ട് ഹിന്ദി വരെ. ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ മാർക്സ് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് നമ്മളിവിടെ ഹോമിൽ പ്രസ് ചെയ്തിട്ട് ഓട്ടോ സം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നമ്മൾ 90 to 97 വരെ കാണിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ മാർക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും നമുക്ക് ടോട്ടൽ മാർക്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത പേഴ്സൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് 500ലാണ് നമ്മുടെ ടോട്ടൽ മാർക്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽ സൈൻ ഇടുക. ഈ ടോട്ടൽ മാർക്സ് ഡിവൈഡഡ് ബൈ 500 ടൈപ്പ് അടിക്കേണ്ട, ആ സെൽ നമ്പർ കാണിച്ചു കൊടുക്കുക. പിന്നെ ഇതിനെ ഈ H3 എന്നുള്ള ഈ 500നെ നമ്മൾ അബ്സൊല്യൂട്ട് വാല്യൂ ആക്കണം. നമുക്കിവിടെ F4 പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഓരോന്നും നമുക്കിങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. കണ്ടോ, എല്ലാവരുടെയും പേഴ്സൻറ്റേജ് വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടു. നമ്മളെന്താ ചെയ്ത് ഏത് ഇക്വേഷനാണ് ഉപയോഗിച്ചത്? ഈക്വൽ സൈൻ ഇട്ടു. ഇത് H3, ഇതിന് ഈ ടോട്ടൽ മാർക്സ് ഡിവൈഡ് ബൈ 500 നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പേഴ്സൻറ്റേജ് കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഗ്രേഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേഡിംഗ് സ്കെയിൽ എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 90% ഉള്ളവരൊക്കെ Aയും, 80% ഉള്ളവരൊക്കെ Bയും, 70% Cയും, 60% D, 50% E, 40% പറഞ്ഞാൽ F, 30% വെച്ചാൽ G. ഇതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ഗ്രേഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു ഇക്വേഷനുണ്ട്. നമ്മൾ ഒരു ഫംഗ്ഷനാണ് ഈക്വൽ ടു ലുക്കപ്പ് എന്നൊരു ഫംഗ്ഷൻ നമ്മളിവിടെ ഉപയോഗിക്കണം. ലുക്കപ്പ് അടിച്ച് ബ്രാക്കറ്റ് ഇടും. എന്നിട്ട് ഇവിടെ അതിൻ്റെ സിൻടാക്സ് ചോദിക്കുന്നുണ്ട്. ലുക്കപ്പ് വാല്യൂ ഏതിനെയാണ് നമ്മൾ ബേസ് ചെയ്യേണ്ടത്? ഏതിനെയാണ്? ഈ 92%നെയാണ് നമ്മൾ ബേസ് ചെയ്യേണ്ടത്. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കോമ ഇട്ടു. എന്നിട്ട് അടുത്ത ചോദിക്കുന്നത് ലുക്കപ്പ് വെക്റ്റർ. ഏതാണ് നമ്മുടെ ലുക്കപ്പ് വെക്റ്റർ? ഇതാണ് ഈ ഗ്രേഡ്, ഇതാണ് നമ്മുടെ ലുക്കപ്പ് വെക്റ്റർ. കണ്ടുപിടിച്ചു, കോപ്പി ചെയ്തു. അടുത്ത സ്കെയിലിങ് ഏതാണ്? ഇതാണ് നമ്മുടെ ലുക്കപ്പ് അറേ എന്ന് പറയും. അടുത്ത അവർ ചോദിക്കുന്ന അറേയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു. എന്നിട്ട് ഇതിനെ ഇതുപോലെ അബ്സൊല്യൂട്ട് വാല്യൂ ആക്കാൻ മറക്കരുത്. ഇവിടെ വന്ന് F4 പ്രസ് ചെയ്യുക. ഇവിടെയും വന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് F4 പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പറയാം ഈക്വൽ ടു, ആദ്യം നമ്മൾ ഈക്വൽ സൈൻ ഇട്ട് ലുക്കപ്പ് എന്ന് പറയുക. ആദ്യം ചോദിക്കുന്ന ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. നമ്മൾ ടോട്ടൽ മാർക്കല്ലേ കണ്ടുപിടിച്ചത്, ടോട്ടൽ മാർക്കാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് ലുക്കപ്പ് വാല്യൂ, പിന്നെ ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് ഏതാണ്?
ഇതാണ് ലുക്കപ്പിൻ്റെ വെക്ടർ, ഇത് ലുക്കപ്പിൻ്റെ അറേ. എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും നമുക്കതിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ട റാങ്കാണ്. റാങ്കിൻ്റെ ബേസ് നമുക്ക് ഈക്വൽസ്, ഏത് റാങ്കിൽ പെടുന്ന ആളാണ്, നമുക്ക് ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ റാങ്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ സൈൻ ഇട്ടു, നമ്മൾ റാങ്ക് എന്ന് ടൈപ്പ് അടിച്ചു. ഇതൊരു ഫംഗ്ഷനാണ് റാങ്ക് എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് ചോദിക്കുന്നു ഏതിനെ ബേസ് ചെയ്താണ് റാങ്ക്. ഞാൻ ഇതിനെ ബേസ് ചെയ്യാം. ടോട്ടൽ മാർക്സ്, ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ കോമ, എന്നിട്ട് ഈ ഗ്രാൻഡ് ടോട്ടലിനെ വെച്ചിട്ട് തന്നെ അടുത്ത സെൽ നമ്പറൂടെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, റെഫറൻസ് ഫിക്സ് ചെയ്യാനുണ്ട്. ഹൈലൈറ്റ് ചെയ്യുക, എന്നിട്ട് F4 പ്രസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും റാങ്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. അത് നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. 482 ആണ് നമ്മുടെ ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ 460 ആണ് ഉണ്ടോ. തേർഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ 449 ആണ്. ലാസ്റ്റ് റാങ്ക് നോക്കാം, 160 കണ്ടോ. വളരെ കുറവായിട്ടുള്ള ആളാണ് 160 ഉള്ളവർ 11th റാങ്കിലാണ് പെടുന്നത്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഗ്രേഡ്, പേഴ്സൻറ്റേജ്, ഇങ്ങനെ നമ്മൾ ഗ്രേഡ് കണ്ടുപിടിച്ചു, പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചു, റാങ്ക് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എംപ്ലോയീൻ്റെ ഗ്രേഡിങ് സ്കെയിലും ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, ബൈ.